അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാണേ. ഇനി കട നടത്താനാണെന്ന് പറഞ്ഞ് ഒരുത്തനെ അവിടെ കണ്ടുപോകരുത്. വിനോദേ, മോനെ എന്ത് പറ്റിയടാ? ഞാൻ കടയിൽ ഓർഡർ എടുത്തോണ്ടിരിക്കുന്നു അച്ഛാ. അപ്പോ ഇവര് രണ്ടുപേരും കൂടെ വന്ന് എന്നെ കടയിൽ നിറക്കി കടയെല്ലാം തല്ലിപ്പൊളിക്കുകയും ചെയ്തു. അതെ, കട പൂട്ടി താക്കോല് ഞാനിങ്ങ് എടുത്തു. എന്റെ ഇടപാട് തീർക്കാതെ നിങ്ങളാ കട നടത്തണ്ട. എന്ത് ആക്രമണ ഗഗ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പൂക്കട നടത്താതെ എങ്ങനെയാ ഞങ്ങളുടെ ഉപജീവനം നടക്കുന്നത്? തനിക്ക് കാശ് തിരിച്ചു തരണമെങ്കിലും അത് നടത്തിയിട്ട് വേണ്ട. അങ്ങനെ എന്റെ കാശ് കൊണ്ട് താനത് നടത്തി ജീവിക്കണ്ട. അതെ, പണം പലിശക്ക് കൊടുത്ത് അതുകൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ടാ ഞാനും ജീവിക്കുന്നത്. കൈ നീട്ടി ഇരുന്ന് വാങ്ങിയിട്ട് പലിശയില്ല, മുതലുമില്ല, കെട്ടിച്ചു തരാന്ന് പറഞ്ഞ പെണ്ണുമില്ല. പിന്നെയും പിന്നെയും നിങ്ങൾ അവധി ചോദിച്ച് എന്നെ മണ്ടനാക്കുകയാണോ? ഗഗ, ഇപ്പൊ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അഖിലയ്ക്ക് വേണ്ടി ആ സ്ത്രീ മാറ്റിവെച്ച ആഭരണങ്ങളാ. ഇതും നീ തന്നെ എടുത്തോ. ഞങ്ങളെ പാട്ടിന് വിട്. അയ്യോ, ആ തട്ടിപ്പുകാരുടെ സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ട. എന്നിട്ട് വേണം എന്നെ വല്ല മുക്കോട്ടം കേസിലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ. അവരിതിന്റെ പേരില് പരാതിയൊന്നും ഉന്നയിക്കില്ല. ഞങ്ങളുടെ ആവശ്യത്തിന് ഈ ആഭരണങ്ങൾ എടുത്തോളാൻ അവര് സമ്മതിച്ചിട്ടുണ്ട്. അതെ, ഇത് വെറും മുക്കുപണ്ടമായതുകൊണ്ടാ അവര് സമ്മതിച്ചത്. ഗഗ, ഇതൊന്നും വാങ്ങല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും കാശ് തരാം. എന്താ എന്താ പ്രശ്നം? എന്ത് ചെയ്യാനാ മോനെ? ജീവിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേ, ഇപ്പൊ പൂക്കട നടത്താനും പാടില്ല എന്ന് പറഞ്ഞ് കട പൂട്ടി താക്കോൽ ഇവരെടുത്തിരിക്കുക. എന്ത് അന്യായോ നിങ്ങൾ ഈ പാവങ്ങളോട് ചെയ്യുന്നേ? മര്യാദയ്ക്ക് അവരുടെ കടയുടെ താക്കോൽ തിരിച്ചു കൊടുക്ക്. ഡാടാ, നീ ഭാരിച്ച കാര്യങ്ങളിലൊന്നും കയറി ഇടപെടണ്ട. എന്തായാലും ഇടപെട്ട് പോയല്ലോ. നിങ്ങൾ ആ താക്കോലം കൊടുക്ക്. മോനെ, നീ ചെന്ന് നിന്റെ തരത്തിൽ പോയി കളിക്കേ. നിന്റെ അച്ഛനെ ഓർത്തിട്ടാ ഞങ്ങൾ നിന്നെ കൈവയ്ക്കാത്തത്. ആ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് പൂക്കടയുടെ താക്കോൽ കൊടുക്കാനാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? അരുത്, അവരൊന്നും ചെയ്യരുത്. നിങ്ങളുടെ പണം ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. എപ്പോ? എനിക്ക് കുറച്ച് സാവകാശം തരണം ഗഗ. ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഒരു സാവകാശവും ഇനി നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ ഇടപാട് തീർത്തോണം. എന്നിട്ട് പൂക്കട തുറന്നാ മതി.